ദൃശ്യം പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് അത്ര വേഗം മാഞ്ഞു പോകില്ല. അത്രമാത്രം ചർച്ചയായതാണ് പാർലമെന്റിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി. മോദിക്കെതിരെ BJPക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നേരെ പോയി അപ്രതീക്ഷിതമായി മോദിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു. ആദ്യമൊന്ന് ജെട്ടി നരേന്ദ്രമോദി, പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും രാഹുൽ ഗാന്ധിയെ അടുത്തേക്ക് വിളിച്ച് രണ്ടുപേരും ആലിംഗനം ചെയ്യുന്ന രംഗം മറന്നു പോകില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യം പ്രേക്ഷകരെ കാണിക്കുന്നത് എന്നല്ലേ? ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ്. അതിൽ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ദൃശ്യം ഇപ്പോൾ വീണ്ടും ചർച്ചയായി വരുന്നത്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ പത്രമാധ്യമങ്ങളിലും വാർത്ത വലിയ വാർത്തയായി വരാൻ സാധ്യതയുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പിണറായിയെ കെട്ടിപ്പിടിക്കാൻ എനിക്കാകില്ല. പിണറായിയെ കെട്ടിപ്പിടിക്കാൻ എനിക്കാകില്ല. ഞാൻ ഉറപ്പ് പറയുന്നു, BJP വീഴും. രാഹുലിൻ്റെ പ്രസംഗം പുറത്ത് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. ഇന്ത്യ മുന്നണി യോഗത്തിൻ്റെ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി. വാർത്ത ഇങ്ങനെയാണ്: ഈ മാസം 8-ന് നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം പുറത്തുവിട്ട് കോൺഗ്രസ്. BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകിയ രാഹുൽ മുന്നണിക്കുള്ളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചും വിവരിക്കുന്നതാണ് പ്രസംഗം. രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ട് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്ന് മാതൃഭൂമി പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കെട്ടിപ്പിടിക്കാൻ തനിക്ക് കഴിയില്ലെന്നും എന്നാൽ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും രാഹുൽ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആരംഭിക്കുന്നത് തന്നെ. പിണറായി വിജയനെ കുറിച്ചുള്ള ഭാഗം പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: BJPക്കെതിരെ പോരാടുമ്പോൾ സഖ്യകക്ഷികൾക്കിടയിൽ പ്രാദേശികമായ വിയോജിപ്പുകൾ ഉണ്ടാകാമെന്നും എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്നും രാഹുൽ പറഞ്ഞു. ഇന്ത്യയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ DMKയെയും ഒപ്പമുണ്ടാകുമെന്ന് 100% തനിക്കുറപ്പാണെന്നും രാഹുൽ യോഗത്തിൽ വ്യക്തമാക്കി. ഈ മുറിയിലുള്ള ഓരോരുത്തരും ഉണ്ടാകും. നമുക്ക് നമ്മുടെ തർക്കങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ പോയി കെട്ടിപ്പിടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് കഴിയില്ല, ഞാൻ ചെയ്യില്ല. കാരണം അദ്ദേഹവുമായി എനിക്ക് രാഷ്ട്രീയപരമായ തർക്കമുണ്ട്. അതിനാൽ നമ്മൾ തിരിച്ചറിയണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. പ്രത്യേകം കോട്ടിലാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാതൃഭൂമിയോടൊപ്പം തന്നെ മാധ്യമവും മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും ചാനലും വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. നാളെ അവരുടെ പത്രങ്ങളിലും ഈ വാർത്ത വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മാധ്യമം കൊടുത്ത തലക്കെട്ട്: പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല, അദ്ദേഹവുമായി രാഷ്ട്രീയ പോരാട്ടമുണ്ടെന്ന് രാഹുൽ ഗാന്ധി. ഇതാണ് തലക്കെട്ട്. ഇനി മീഡിയ വണ്ണിൻ്റെ തലക്കെട്ടും സമാന രീതിയിൽ തന്നെയാണ്: പിണറായിയെ കെട്ടിപ്പിടിക്കാനാവില്ല, അദ്ദേഹവുമായി രാഷ്ട്രീയ പോരാട്ടം തുടരും, ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിൽക്കണം രാഹുൽ ഗാന്ധി. പ്രാദേശികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വേണം ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാനെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. പിന്നെ ആ വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത AICC പുറത്തുവിട്ടതാണ്. അതുപോലെ കൊടുത്തിട്ടുണ്ട് മീഡിയ വണ്ണ്. വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല. ഈ അവസരത്തിലാണ് നേരത്തെ കണ്ട ദൃശ്യം ഏറെ പ്രസക്തമാകുന്നത്. നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാം, ഒരു പ്രശ്നവുമില്ല. നരേന്ദ്രമോദിയെ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്നാണ്. പിണറായി വിജയനോ CPIM ഒരിക്കലും പിണറായി വിജയനെ കെട്ടിപ്പിടിക്കണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണ് വിമർശനം? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യാത്തത്, അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചതിലാണ്. BJPയും CPMഉം ഡീലുണ്ട് എന്ന് പറഞ്ഞതിനാണ്. BJPയും CPMഉം ഡീലുണ്ട്. അങ്ങനെ ഒരു ഡീലുള്ള പാർട്ടിയുമായി എങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ ഒന്നിച്ചിരിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് ചോദിച്ചത് CPM. സ്വാഭാവികമായും ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ദേശീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങളിൽ മൗനം പാലിക്കുക എന്ന ഒരു രീതിയുണ്ട്. സോണിയാഗാന്ധിയൊക്കെ അത് നന്നായി ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയതാണ്. ദേശീയ രാഷ്ട്രീയവും CPMനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പുമാണ് പറയാറുള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. കേരളത്തിലെ ബൂത്ത് സെക്രട്ടറിമാർ അതല്ലെങ്കിൽ DCC മെമ്പർമാർ പ്രസംഗിക്കുന്നത് പോലെ, ചില വക്താക്കൾ ടെലിവിഷൻ ചാനലിൽ വന്ന് അലറി വിളിക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ
പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധിയുടെ പിറകിൽ അണിനിരക്കുന്നതിൽ CPM എംപിമാരുമുണ്ട്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അതിനെതിരെ പ്രകടനം നടത്തിയവരിൽ CPM നേതാക്കളുമുണ്ട്, എംപിമാരുമുണ്ട് എന്നോർക്കണം. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ വന്ന് BJPയും CPMഉം തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞതാണ് ചോദ്യം ചെയ്തത്. അതിന് മറുപടിയായിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്ന്. കെട്ടിപ്പിടിക്കേണ്ട മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചോളൂ, നിങ്ങൾ നരേന്ദ്രമോദിയെ ഗാഢമായി ആലിംഗനം ചെയ്തോളൂ. അതുതന്നെയാണ് താങ്കളുടെ രാഷ്ട്രീയവും, അതുതന്നെയാണ് താങ്കൾ പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് എന്ന് ഇന്ത്യയിലെ ഓരോരുത്തരും വിളിച്ചു പറയുന്നതും. ഇന്ത്യ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ രാഷ്ട്രീയ വൈവിധ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒന്നിച്ചു നിൽക്കുന്നവരെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് പോലും അറിയാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി BJPക്ക് പ്രിയപ്പെട്ട നേതാവായി മാറുന്നത്. BJPക്ക് അറിയാം രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് ഒരു എതിരാളിയേ അല്ല എന്ന്. എതിരാളിയാകുമായിരുന്നു. ഗുജറാത്തിൽ പോലും BJPക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി വന്നപ്പോൾ ആ ആം ആദ്മി പാർട്ടി നേതാവിനെ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് BJP സർക്കാരിന്, പോലീസിന് കത്ത് കൊടുത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ, ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കൾ. നാം ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ, കോൺഗ്രസിന് എതിരെ വരാൻ സാധ്യതയുള്ള പ്രതിപക്ഷത്തെ തകർക്കുന്നതിൽ BJPയോടൊപ്പം ചേരുന്ന പാർട്ടി അതാണ് കോൺഗ്രസ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേരളത്തിൽ വിവാദമായതും ചർച്ചയായതും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് എതിരെ ഇന്ത്യ മുന്നണി യോഗത്തിൽ CPM നേതാക്കൾ പ്രസംഗിച്ചതും. അതിന് മറുപടിയായി AICC പുറത്തുവിട്ട ഈ പ്രസംഗം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറുന്നു. കാരണം പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച ദൃശ്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറുന്നു കേരളത്തിലും ഇന്ത്യയിലും.